അപ്പോ സിംഹം വന്ന് കഥക് തട്ടിയപ്പോ അങ്ങ് തുറന്നു. നിന്റെ ഈ കള്ളത്തരം മതിയാക്ക്. നീ ഈ ആളുകളുടെ കണ്ണിൽ മണ്ണിടുകയാണ്. നീ എന്താണ് കാണിച്ചത്? ആ കാട്ടിനടുത്തുള്ള ഡാക് ബംഗ്ലാവിൽ അന്വേഷിച്ചാൽ അറിയാം. ഡാക് ശിവോ ശിവോ, എന്താണിവിടെ? സ്വാമി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഭ്രാന്ത് പിടിച്ചുപോയി. സ്വാമി ക്ഷമിക്കണം. ഭ്രാന്തരിക്കല്ല. തീര നിർത്തും നിന്റെ പുലമ്പൻ. ശിവോ ശിവോ, ക്ഷമിക്കൂ. ഈ ബാലനോട് ക്ഷമിക്കൂ. ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിയുന്നില്ല. നിന്റെ ഈ കള്ളത്തരം മതിയാക്ക്. നീ ഈ ആളുകളുടെ കണ്ണിൽ മണ്ണിടുകയാണ്. കഠാരി എറിഞ്ഞ് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഞാനും മതി, നിർത്ത്. ഞാൻ ശമിച്ചാൽ ഈ കാട് മുഴുവൻ ഭസ്മമായി പോകും. നിങ്ങൾ വീര, നിന്നോടാണ് പറഞ്ഞത് നിർത്താൻ. മൂപ്പ വീര, ഇനി നീ മിണ്ടി പോകരുത്. ശിവോ ശിവോ, ഇതവന്റെ കുറ്റമല്ല. അവന്റെ മേൽ കൂടിയിട്ടുള്ള പിശാചിന്റെ ശക്തിയാണ്. പൂജ തീരാറായി, പ്രാർത്ഥിക്കൂ. വരും മകളെ. ഓം നമഃ ശിവായ. മാറിപ്പോ ചന്ദ്ര, ഞാൻ ചെല്ലട്ടെ. എന്നാ നീ ചെന്ന് മാറി വിളിച്ചിട്ട് വാ. ചെല്ലേ. ശിവായ. നാം കാണുന്നു, കുമാരിയെ കളങ്കപ്പെടുത്തിയ ഇവൻ അവിശ്വാസിയാണ്. ഇവൻ ഇവിടെ നിന്നാൽ മഴ പെയ്യുകയില്ല, വിളവ് നശിക്കും, കാടിന് തീ പിടിക്കും. വരികട. ചേട്ടാ ചേട്ടാ, നീ എന്താണ് കാണിച്ചത്? ആ സ്വാമി കള്ളനാണ് മൂപ്പ, കള്ളനാണ്. അയ്യോ മൂപ്പ, അവനെ തല്ലല്ലേ. അവന്റെ അറിവില്ലായ്മയോട് ചെയ്തു പോയതാണ്. അവനെ തല്ലല്ലേ മൂപ്പ. എന്നെ തല്ലി കൊല്ലട്ടെ ചേച്ചി, എന്നാലും ഞാൻ പറയും, ആ സ്വാമി കള്ളനാണ്, കള്ളനാണ്. ഇനി ഇവനെ ജീവനോടെ വെച്ചിരിക്കാൻ പാടില്ല. ഇവനെ പുല്ലിപ്പാറയെ കൊണ്ട് കുരുതി കൊടുക്കും. അയ്യോ മൂപ്പ, ഇവനെ കുരുതി കൊടുക്കുന്നതിന് മുമ്പ് എന്നെ കുരുതി കൊടുക്കാൻ പറ മൂപ്പ. എന്റെ പൊന്നനിയല്ലാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാനാണ് അവനെ വളർത്തിയത്. എന്റെ ജീവനാണവൻ. ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു കൊന്നേക്കാൻ പറഞ്ഞു ഉപ്പ. ശരി, നിങ്ങൾ രണ്ടുപേരെയും കാട് വിലക്കിയിരിക്കാം. ഇനിമേൽ ഈ കാട്ടിൽ കണ്ടുപോരും. പുറ്റോ. ശരി ഉപ്പ, ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. വാനിയ. അങ്ങനെ പോകാൻ ഒക്കില്ല ചേച്ചി. പോകാൻ ഒക്കില്ലടാ. ഓടിക്കുന്നതിനെ. അയ്യോ വേണ്ട വേണ്ട. നീ ഇവിടെ പോകുന്നു. ഞാനും പോകുന്നു അവരോടെ. എന്നെ എറിഞ്ഞ് ഓട്ടിച്ചേരാൻ. പറഞ്ഞത് കണ്ടില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയില്ല. നമ്മുടെ തടസ്സങ്ങളെല്ലാം തീർന്നു. ഇനി ഒന്നും ഭയപ്പെടാനില്ല. അല്ല, ബാസ് ആരാണ്? ബാസിന്റെ കഴിവ് എന്താണ്? ഹലോ ബോസ്. ഹലോ പീറ്റർ. ഹലോ ശേഖർ. അല്ല, ഇതുവരെ എവിടെ ആയിരുന്നു? വേറെ എവിടെ പോകാൻ? പട്ടണത്തിൽ. പട്ടണത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കേൾക്കട്ടെ, പറയും. അതുകൂടി പറയാനാണ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. പോലീസിന് നമ്മെ പറ്റി ബലമായ സംശയമുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തെ തെരഞ്ഞു നടക്കുകയാണ്.
ഇങ്ങോട്ടും ആളെ അയച്ചിട്ടുണ്ടെന്ന് കേട്ടു. എങ്ങോട്ട്? ആ കാട്ടിനടുത്തുള്ള ഡാക് ബംഗ്ലാവിൽ അന്വേഷിച്ചാൽ അറിയാം. ഡാക് ബംഗ്ലാവ്. ആനപ്പല്ല് വേണോ? ആടലോടകം വേണോ? കസ്തൂരി തൈലം വേണോ? കലമാൻ കൊമ്പ് വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? അരുമമോന്റെ കയ്യിൽ കെട്ടാൻ ആനവാല് വേണോ? മാല കോർത്ത് മാറിലിടാൻ പുലിനകം വേണം. തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? കിഴക്ക് തെക്ക് തേവാരമലയിലെ കരിങ്കുരങ്ങിന്റെ നെയ്യ്. നരയും ജരയും കഷണ്ടിയും മാറ്റും നല്ല ഗുണമുള്ള നെയ്യ്. കാണാമാണിക്കം നീട്ടിയെടുത്ത് കാമന് നെതിച്ച ചോർണവുമുണ്ട്. ഈ ചോർണമിട്ടാൽ മംഗല്യയോഗം. കാണുന്ന കന്യകൾ പിന്നാലെ പോയും കാണാം പിന്നൊരു സ്വർഗം. വേണോ? ഇത് വേണോ? സാറേ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? അരുമമോന്റെ കയ്യിൽ കെട്ടാൻ ആനവാല് വേണോ? മാല കോർത്ത് മാറിലിടാൻ പുലിനകം വേണം. തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? രണ്ട് കെട്ടിയ പുരുഷന് വീട്ടിൽ തപസ്സിന് ചെമ്പുലി താനേ. സന്യാസത്തിന് മേമ്പൊടി ചേർക്കും കഞ്ചാവിന്നിലക്കാമ്പ്. കൊന്നു വലിച്ചാൽ വീണ് ചിരിക്കാം, അഞ്ഞു വലിച്ചാൽ ആടിക്കളിക്കാം, ഈരേഴു ലോകവും ഒന്നിച്ച് കാണാം. വിലയോ തുച്ഛം ഗുണമോ മെച്ചം വളരുണ്ടാണമാന്തം. വേണോ? ഇത് വേണോ? സാറേ വേണോ? ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അയാൾ ഒളിച്ചു നിന്ന് നോക്കുകയായിരുന്നു. ആള് ഭയങ്കരനാണെന്ന് തോന്നുന്നു. നമ്മേക്കാളും പോലീസുകാരെല്ലാരെക്കാളും ഭയങ്കരന്മാരാണ്. എങ്കിൽ അയാൾ 100% പോലീസാണ്. അയാളായിരിക്കും നമ്മെ കണ്ടുപിടിക്കാൻ വന്ന പുതിയ CID. ഏത് മുറിയിലാ താമസിക്കുന്നത്? 3 പേര് 3-ാം നമ്പർ മുറിയിൽ തന്നെ. മൂന്നാം നമ്പർ മുറി. സാർ ആരാത്? വെയിറ്റർ സാർ, ഒരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ?
കൊണ്ടുപോയില്ല മോളെ. ആ സിംഹം എന്റെ കമ്പളിയും കൊണ്ട് കടന്നു കളഞ്ഞു. ഒന്നും പറ്റിയില്ലല്ലോ. എങ്ങനെ രക്ഷപ്പെട്ടു? നിങ്ങളെ ആ തൂക്കം എന്റെ ഈ പരിചയം എന്നെ രക്ഷിച്ചു. ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റില്ല. കഥക് തുറന്നു കിടക്കുകയായിരുന്നു. അല്ല, ഡാഡി കഥ കടയ്ക്കുന്ന ഞാൻ കണ്ടു. അപ്പോ സിംഹം വന്ന് കഥക് തട്ടിയപ്പോ അങ്ങ് തുറന്നു. ആരാതെന്ന് ചോദിച്ചു. ഞാൻ വെയിറ്ററാണെന്ന് സിംഹം പറഞ്ഞു. അപ്പോൾ ചെന്ന് കഥക് തുറന്നു. ആ, മനസ്സിലായി. മനുഷ്യനും മൃഗവും കൂടി ചേർന്നാൽ ഏതായാലും അല്പം കൂടി സൂക്ഷിക്കണം. ഈ ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയുക? ഇത് ഉപകാരമൊന്നുമല്ല, എന്റെ ഡ്യൂട്ടിയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഥ അടച്ചേക്കൂ. മോളെ, രാജൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മെ സഹായിക്കാൻ വന്ന് അദ്ദേഹത്തിന് വല്ല ആപത്തും? ഒരാപത്തും വരികയില്ല മോളെ. രാജൻ വളരെ നല്ലവനാണ്, പോരെങ്കിൽ ധൈര്യശാലി. വെടിവയ്ക്കാതിരുന്നെങ്കിൽ അവൻ ജീവനോട് രക്ഷപ്പെടുകയില്ലായിരുന്നു. പോലീസ് ഉള്ളിടത്ത് വെടി പൊട്ടാതിരിക്കുമോ ബാസ്? അവന്റെ വെടി ആ തോക്ക് ഞാൻ കൈക്കലാക്കും. അതെങ്ങനെയാ ബാസ്? കാമിനി, സാർ ആ ചീട്ടിരുന്ന ക്ലാവർ നീ പോടാ. സാർ ഈ ചീട്ടിരുന്നു സാർ ആദ്യം. എന്നാ താനിരുന്ന് കഥയുടെ മുട്ടിഞ്ഞു പോകാൻ. മുറി ഇതുവരെ വൃത്തിയാക്കിയില്ലേ? ആ സ്ത്രീ വന്നാൽ എന്റെ തലയിൽ കയറി താമസിക്കുമോ? ഏത് സ്ത്രീയാണ് സാർ? കേട്ടിട്ടില്ലേ? മിസ് റീത്ത റായ്, വലിയ പണക്കാരി, അതിസുന്ദരി. ഇപ്പൊ ഇങ്ങെത്തും. ഓ, പരിചയപ്പെടുത്താൻ ചീട്ട് പിന്നെ അവളെ കണ്ടിട്ടുള്ള കാര്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് റീത്ത, എന്റെ മകൾ. ആ, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. ഓക്കെ. നിങ്ങൾ റീത്തായി നോക്കിക്കൊള്ളണം. ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവനൊന്നും പറഞ്ഞോടാ, ഞാൻ ശരിക്കും നോക്കിക്കൊള്ളാം. ആ, താങ്ക് യു. ഹലോ. ഹലോ, ഞാനേ ശേഖർ. ഞാൻ ശങ്കർ. വെരി ഗുഡ്. താങ്ക് യു. എടാ, വീട് തന്നെയാ മോനെ, വീട് തന്നെ. ആ സ്വാമിയെ പറ്റി വേണ്ടാത്തതൊന്നും പറയരുതെന്ന് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. സ്വാമിയോ? ചേച്ചിയും അത് പറയരുത്. അവനൊരു കള്ളനാണ്. എന്തായാലും അയാൾ വിചാരിച്ചപ്പം നമ്മുടെ ആളുകൾ തന്നെ നമ്മളെ ഈ കാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? ഈ കാട്ടിൽ പോലും ഒളിച്ച് താമസിക്കേണ്ടി വന്നില്ലേ? ചേച്ചി നോക്കിക്കോ, അവനെ ഞാൻ ഈ കാട്ടിൽ നിന്ന് ഓടിക്കും. എന്റെ പൊന്നനിയ, ഇനി ആപത്തൊന്നും ഉണ്ടാക്കി വെക്കരുത്. നമ്മളെ കണ്ട നമ്മുടെ ആളുകൾ തന്നെ കൊന്നുകളയും. പാവം, ആ മാലക്കുഞ്ഞ് എങ്ങനെ കഴിയുന്നു എന്തോ. അവളെ അവളുടെ തന്ത തന്നെ കുരുതി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് വല്ല ആപത്തും നേരിട്ടാൽ അവളുടെ തന്തയും കൊല്ലും, ആ കള്ളസ്വാമിയും കൊല്ലും, എല്ലാത്തിന്റെ കുടിലിൽ ഞാൻ തീയും വെക്കും.